ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് GRB ബ്രാൻഡിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പൊടിയാണ്. ഈ ഒരു പാക്കറ്റിലുള്ള മുഴുവൻ പൊടി ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. അത് ഏകദേശം ഈ ഒരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ മിക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി, മൈദ, ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള പൗഡറിൽ ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഗുലാബ് ജാമുൻ്റെ പൊടിയിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. ഞാനതിൽ വലിയ കട്ടകൾ മാത്രം ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം തിളപ്പിച്ചാറിയ പാല് കുറേശ്ശായി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് കുഴയ്ക്കരുത്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. അതല്ലെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ കിട്ടുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം, ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ സ്മൂത്തായിട്ട് വിള്ളലൊന്നും ഇല്ലാതെ കിട്ടും അല്ലേ. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ വിള്ളലുകൾ ഉണ്ടാവും. അത് സ്മൂത്താക്കാൻ നിന്ന് നമ്മൾ ഒരുപാട് നേരം കുഴച്ച് കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ ഹാർഡായി പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ കുഴച്ച മാവ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് പഞ്ചസാര പാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവിൻ്റെ അളവിന് 2 ഗ്ലാസ് വരുന്ന പോലെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 മുതൽ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ലയിപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതുപോലെ തിളവരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എഡിബിൾ ആയിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര വെള്ളം നമ്മൾ നൂൽപ്പരുവത്തിലേക്ക് ആക്കിയെടുക്കൊന്നും വേണ്ട. പക്ഷേ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ ഗുലാബ് ജാമുനുള്ള ഉരുളകളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഗുലാബ് ജാമുനുള്ള ഉരുളകളൊക്കെ റെഡിയാക്കി എടുക്കാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയ ഉരുളകൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ എങ്ങനെയായാലും വലുതാവും. അപ്പോൾ അത് കാരണം ചെറുത് ഉണ്ടാക്കിയെടുക്കായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഉള്ളം കയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗുലാബ് ജാമുൻ്റെ ഉരുണ്ട അത് അതേപോലെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ ഒരു വിള്ളൽ വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ വിള്ളൽ വന്നില്ലേ, പക്ഷേ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരിക്കലും വിള്ളൽ വരാൻ പാടില്ല. അങ്ങനെ വിള്ളൽ വരികയാണെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവിടെ ആ ക്രാക്ക് നമുക്ക് അറിയാൻ പറ്റും. അത് പിന്നെ പഞ്ചസാര പാവിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഗുലാബ് ജാമുൻ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഗുലാബ് ജാമുനാണ് ഇപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ എണ്ണ ചൂടാക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. തീൻ്റെ കാര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിൽ നിന്ന് പുക വരാൻ പാകത്തിനൊന്നും ചൂടാക്കി എടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ചൂട് മതി എണ്ണയ്ക്ക്. കാരണം നമ്മൾ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കളർ മാറാൻ തുടങ്ങും. അതേപോലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഫുൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം. കൈയെടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഗുലാബ് ജാമുൻ്റെ ഒരു സൈഡ് മാത്രം കളർ മാറും, മറ്റേ സൈഡ് കളർ മാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പാകത്തിന് കളറിൽ ഗുലാബ് ജാമുൻ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഗുലാബ് ജാമുൻ കണ്ടില്ലേ, ഉരുട്ടിയെടുക്കുമ്പോൾ ക്രാക്ക് വന്നതാണ്. അത് വറുത്തെടുത്തപ്പോഴും ആ ക്രാക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇനി അത് പഞ്ചസാര പാനിയിലേക്ക് ചേർത്താൽ തന്നെ കുതിർന്ന് വരുമ്പോൾ എന്തായാലും പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരുന്നത് ഒരു പാക്കറ്റ് ഗുലാബ് ജാമുനാണ്. അതിൽ ഞാൻ ഉരുട്ടിയെടുത്ത ആ സൈസിന് ഏകദേശം 35 മുതൽ 40 ഗുലാബ് ജാമുൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നിങ്ങൾ ഗുലാബ് ജാമുൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.